ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴവും ബ്രെഡും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എന്നെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസ് 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പഴം മുഴുവനായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ മുട്ടൻ്റെ വെള്ളയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പഴം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ വെച്ചൊന്ന് ചൂടാക്കുക. അതിലേക്ക് പഴം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. ഇതിന് തിരിച്ചു മറിച്ചിട്ടെടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറാവണ വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം വേഗം കരിഞ്ഞു പോവും. ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴവും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ടേക്ക് കെയർ.